ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഗ്രാമീണ ഇന്ത്യയിൽ പുതിയ ഊർജ്ജം നിറയ്ക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളെ വളർച്ചയുടെയും അവസരങ്ങളുടെയും ഊർജ്ജസ്വല കേന്ദ്രങ്ങളാക്കി മാറ്റി ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം ബഹിരാകാശത്ത് പ്രവർത്തനക്ഷമമായതായി ISRO. ബഹിരാകാശ റോബോട്ടിക്സിൽ രാജ്യത്തിന് അഭിമാനകരമായ നാഴികക്കല്ലാണിത്. VSSയുടെ ക്രോപ്സ് ദൌത്യത്തിന്റെ ഭാഗമായി 4 ദിവസം കൊണ്ട് ബഹിരാകാശത്ത് പയർ വിത്തുകൾ വിജയകരമായി മുളപ്പിച്ചതായും ISRO അറിയിച്ചു. ന്യൂഡൽഹിയിൽ 12,200 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. തുടർന്ന് നമോ ഭാരത് ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യും. സാഹിബാബാദ് സ്റ്റേഷനിൽ നിന്നും ന്യൂ അശോക് നഗർ സ്റ്റേഷനിലേക്കാണ് പ്രധാനമന്ത്രി യാത്ര ചെയ്യുന്നത്. 4,600 കോടി രൂപയിൽ നിർമ്മിച്ച 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 29 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബിജെപി പുറത്തിറക്കി. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ബിജെപി മുൻ MP പർവേഷ് വർമ്മ മത്സരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ ബിജെപി നേതാവ് രമേശ് ബിധുരി കൽക്കാജി മത്സരിക്കും. ഡൽഹി ബിജെപി മുൻ അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. പരീക്ഷാ സമ്മർദ്ദം ഒഴിവാക്കി ജീവിതത്തെ ഏറെ അഭിനിവേശത്തോടെ കാണണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ NDMC സംഘടിപ്പിച്ച എക്സാം വാരിയേഴ്സ് ആർട്ട് ഫെസ്റ്റിവലിൽ കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം 5000-ൽ കൂടുതൽ കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇക്വഡോറിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രസിഡന്റ് ഡാനിയേൽ നബോവ 60 ദിവസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 7 പ്രവിശ്യകളിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുറ്റകൃത്യങ്ങളും സംഘടിത സായുധ ഗ്രൂപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യവുമാണ് അടിയന്തരാവസ്ഥയുടെ പ്രധാന കാരണമെന്ന് ഇക്വഡോർ പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഇക്വഡോറിൽ ആഭ്യന്തര കലാപം തുടരുകയാണ്. വരും വർഷങ്ങളിൽ സ്വാതന്ത്ര്യദിനത്തിൽ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് സേനകൾക്കൊപ്പം ഫോറസ്റ്റ് മെഡലുകളും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വനം ആസ്ഥാനത്ത് ഫോറസ്റ്റ് മെഡൽ വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ആദിവാസി കുടുംബത്തെ നെഞ്ചോട് ചേർത്ത വനപാലകരുടെ ചിത്രം ആർക്കും മറക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിന് വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. 100-ൽ താഴെ വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വെബ് പോർട്ടൽ തയ്യാറാക്കും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിലവുകൾ വിലയിരുത്തി പരമാവധി സഹായം നൽകുമെന്ന് സ്പോൺസർമാർ അറിയിച്ചു. പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച മുഖ്യമന്ത്രി ഒറ്റക്കെട്ടായി പുനരധിവാസം പൂർത്തിയാക്കാമെന്നും പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ സജീവം. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ ദിനമായ ഇന്ന് 24 സ്റ്റേജിലാണ് മത്സരം അരങ്ങേറിയത്. ഒടുവിൽ ലഭിച്ച വിവരമനുസരിച്ച് 41 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 144 പോയിന്റ് വീതം നേടി കണ്ണൂരും തൃശൂരുമാണ് ഒന്നാമത്. 140 പോയിന്റുമായി കോഴിക്കോട് രണ്ടാമതും 137 പോയിന്റുമായി പാലക്കാട് മൂന്നാമതുമുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ വെള്ളാർമല സ്കൂളിനെ ചേർത്തുപിടിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം. വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ സംഘനൃത്തം കലോത്സവ വേദിയിൽ അരങ്ങേറി. നാടിന്റെ ഐക്യത്തിന്റെയും ആത്മവീര്യത്തിന്റെയും പ്രതീകമാണ് കുട്ടികളുടെ നൃത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ, കാഷ്വൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾ www.newsonair.gov.in എന്ന വെബ്സൈറ്റിൽ വേക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ്. സിഡ്നിയിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 145 റൺസിന്റെ ലീഡ്. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ 185 റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ 181 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു.
ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷയെ 2-4 ഗോളുകൾക്ക് ഗോവ FC പരാജയപ്പെടുത്തി. രണ്ടാമത് നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ FC ബംഗളൂരു FCയെ നേരിടുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.